IDSK platform. This is me, your friend Selvakumar. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിടുതലൈ പാർട്ട് 2 എന്നൊരു സിനിമയെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിന് സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി വിടുതലൈ പാർട്ട് 2 എന്നൊരു സിനിമ എന്ന് പറയുന്നത് ഒരു വെട്രിമാരൻ സിനിമയാണ്. വെട്രിമാരന്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്കറിയാം ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് അദ്ദേഹം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കാണാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും വെട്രിമാരൻ അദ്ദേഹത്തിന്റെ വിടുതലൈ പാർട്ട് 1 കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് ഈ സിനിമ കാണുന്നതാണ് കുറച്ചുകൂടി മെച്ചം. ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരിക്കുന്നത് ഇളയരാജയാണ്. ഇളയരാജ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവർക്കും അറിയാം ഇസൈஞാനിയാണ്. സോ അതുകൊണ്ട് തന്നെ കണ്ടന്റിന് അനുസരിച്ചിട്ടുള്ള മ്യൂസിക്കാണ് ഇദ്ദേഹം ഫിലിമിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിനിമ കാണുമ്പോൾ ആ ഒരു ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ വിഷ്വൽസ് ഉണ്ടല്ലോ, ക്യാമറ, അതെല്ലാം തന്നെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ മേക്കപ്പ്, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറിനും ചെയ്തിരിക്കുന്നത് എന്താ പറയുക, നമുക്ക് അത് കാണുമ്പോൾ ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് ആക്ച്വലി കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിങ്ങും അതുപോലെ തന്നെയാണ്. ഓരോ സാഹചര്യത്തിനും പറ്റിയ രീതിയിലാണ് ഓരോ സീനിനും ലൈറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് കമ്മ്യൂണിസം സംസാരിക്കുന്ന സിനിമയാണ്. നമുക്കറിയാം ഈ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഈ മുതലാളിത്തം, അതായത് മുതലാളി അത് കാശുള്ള ആൾക്കാർ പൊതുവെ അധികാരവർഗത്തെ ഉപയോഗിച്ചുകൊണ്ട്, അധികാരവർഗം മീൻസ് നമുക്കറിയാം ഗവൺമെന്റ് സർക്കാർ സംവിധാനങ്ങളാണ്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളി വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സാധാരണക്കാര്, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ മൈനോറിറ്റീസ്, ഈ ഭാഗമെല്ലാം തന്നെ പൊതുവെ തൊഴിലാളി വർഗത്തിലായിരിക്കും വരിക. സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാര് ഇവര് പൊതുവെ ഈ കാശും അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പല കാലഘട്ടങ്ങളും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഈ ചൂഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തും ഡിഫറെന്റ് ആണ്. ബട്ട് ഇപ്പോഴും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം മുതലാളി വർഗം തൊഴിലാളി വർഗത്തെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ മേലെ ഏറ്റവും കൂടുതലായിട്ട് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ബട്ട് ഒരു പോയിന്റിൽ വെച്ചിട്ട് തൊഴിലാളി വർഗം അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും പ്രതികരിക്കുകയും ചെയ്തു, പ്രത്യേകിച്ചും ശബ്ദമുയർത്തി. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മുതലാളി വർഗത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇവരുടെ മേലെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്കുകൾ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെയാണ് നടത്തി പേടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് അത് നടന്നില്ല. പിന്നെ കൂടുതൽ തൊഴിലാളി വർഗം കൂടുതൽ ശക്തരാവുകയും വീണ്ടും അവരുടെ അവകാശങ്ങൾക്ക് ഒന്നിച്ച് സംഘടിച്ച് മുന്നോട്ട് വരികയൊക്കെ ചെയ്തു. അപ്പൊ ഇത് ഒരു പരിധിയിൽ വരെ ഇവർക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആക്ച്വലി ഈ മുതലാളി വർഗം അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, അധികാര സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ മേലെ അറ്റാക്ക് ചെയ്തത്. പൊതുവെ ഇങ്ങനെ അവകാശങ്ങൾ ചോദിച്ചു വരുന്ന ആൾക്കാരെ പൊതുവെ ഈ മാവോയിസ്റ്റുകളായിട്ടും തീവ്രവാദികളായിട്ടും നക്സലൈറ്റുകളായിട്ടും ഒക്കെ മുദ്ര കുത്തിയിട്ടാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്തിരുന്നത്. ഒരാൾക്കാരെ ഇങ്ങനെ നിയമത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു. കുറെ ആൾക്കാരെ ജയിലിലാക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് പിന്നീട് ഇവരെ പ്രതിരോധിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് ആണ് പൊതുവെ ഈ കമ്മ്യൂണിസം രൂപപ്പെടുന്നത്. അങ്ങനെയാണ് ആക്ച്വലി അനീതികൾ നടക്കുന്നത് എവിടെയോ അവിടെയെല്ലാം നീതിക്കായിട്ട് പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ആക്ച്വലി കമ്മ്യൂണിസം രൂപപ്പെട്ടത്. അത് ഓരോ കാലഘട്ടത്തും വ്യത്യസ്തമായിരുന്നു. മുതലാളി വർഗം തൊഴിലാളി വർഗത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും അറ്റാക്ക് ചെയ്യാൻ അറിയാം, അതുകൊണ്ട് ഞങ്ങളും വയലൻസ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തും ഈ കമ്മ്യൂണിസം വന്നത്. അപ്പോ ഈ ഒരു സംഭവമാണ് ആക്ച്വലി
ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിടുതല പാർട്ട് 2 ഞാൻ പറഞ്ഞതല്ല കേട്ടോ ആക്ച്വലി ഉള്ള കണ്ടന്റ്. അതൊരു കാലഘട്ടത്തിൽ നടന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത്. ഇറ്റ്സ് നോട്ട് റിയൽ സ്റ്റോറി, അതൊരു ഇമാജിനറി സ്റ്റോറി എന്നാണ് വെട്രിമാരൻ പറയുന്നത് സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയിലാണ് പൊതുവെ കമ്മ്യൂണിസം എന്താണ്, കമ്മ്യൂണിസം എങ്ങനെ വന്നു, ആർക്കു വേണ്ടി വന്നു, എന്തുകൊണ്ട് വന്നു എന്നതാണ് നമ്മൾ ഈ വിടുതല പാർട്ട് 2 എന്ന സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് ജനപ്രതിനിധികളും പബ്ലിക് സെർവൻസും അതുപോലെ തന്നെ ജനങ്ങളും ചേർന്നതാണ്. അപ്പൊ ഈ മൂന്നും ചേർന്നതാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പൊതുവെ എന്താ പറയുക, ഈ പബ്ലിക്കിലാണ് പൊതുവെ ഈ മുതലാളിമാർ, അതായത് കാശുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഈ രാഷ്ട്രീയക്കാരെ ഇല്ലെങ്കിൽ ഈ പബ്ലിക് സർവൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പലപ്പോഴും ഈ വിദ്യാഭ്യാസം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് മൈനോറിറ്റി വിഭാഗങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് പലപ്പോഴും നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ നമ്മുടെ സംവിധാനത്തിലുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്നത്. ഇതിനെ കൂട്ടി നിൽക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെർവൻസ് ആണ്. കാരണം ഈ പബ്ലിക് സെർവൻസിന് മാത്രമേ ഏറ്റവും കൂടുതലായിട്ട് നിയമങ്ങൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത്. ഇവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന മുതലാളി വർഗത്തെ ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ജനപ്രതിനിധികൾ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിയമങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും നിയമം എന്താ പറയുക, ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോയി ചാടാറില്ല. ബട്ട് നിയമങ്ങൾ അറിയുന്ന ചില പൊളിറ്റീഷ്യൻസ് ഒക്കെ പൊതുവെ ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് യൂഷ്വലാണ്. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഈ മൈനോറിറ്റീസിന്റെ മേലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മേലെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഈ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നത്. പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിൽ 2 ടൈപ്പ് ആയിട്ടുള്ള പബ്ലിക് സെർവൻ്റ് ആണുള്ളത്. ഒന്ന് ഉത്തരവാദിത്തം ഉള്ള ആൾക്കാരും രണ്ടാമത്തത് എന്താ പറയുക, ഉത്തരവാദിത്തം ഉള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരുമാണ്. ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ പലപ്പോഴും ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ മുതലാളി വർഗം, അതായത് കാശുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ പലപ്പോഴും ചെയ്യുന്നത് മുഖേന തന്നെ ഈ ചുമതലപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകാറുണ്ട്. ബട്ട് ഈ അനുസരിച്ച് പണി ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ അറിയാറില്ല. അപ്പോ ഇവർ എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാറില്ല ഈ സാധാരണക്കാരായിട്ടുള്ള പബ്ലിക് സെർവൻസ്. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ സിനിമയിൽ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ അത് കാണിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഇവർക്കൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പലപ്പോഴും ഉള്ളത്. ഒബേ ദ ഓർഡർ എന്നൊരു ഈ പഴഞ്ചൻ, അതായത് ബ്രിട്ടീഷുകാരത്തെ റൂളാണ് ഈ നമ്മളൊക്കെ ഈ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഫോളോ ചെയ്യുന്നത്. അധികാരി എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ അധികാരിയല്ല, ജനാധിപത്യ രീതിയിൽ വരുമ്പോൾ പബ്ലിക് സെർവൻ്റ് ആണ്, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മീൻസ് പബ്ലിക് സെർവൻസ് പലപ്പോഴും ഇങ്ങനെ ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് സെർവൻസിന്റെ ഇടയ്ക്ക് പലപ്പോഴും ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തത് നമുക്ക് ഇവർക്കും അറിയാമല്ലോ. ഈ പോലീസുകാരന്റെ ആ ഇഷ്യൂ ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇതുപോലുള്ള ഇഷ്യൂസ് ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താ പറയുക, ചില പോലീസുകാർ പഠനത്തിന് പോയിട്ട് തിരിച്ചു വന്നതായിട്ടുള്ള കഥകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പാലക്കാടിലെ ഒരു ഇഷ്യൂ നടന്നല്ലോ, എന്താ പറയുക, ഒരു പോലീസുകാരനെ ഒത്തിരി പോലീസുകാരൊക്കെ ചേർന്നിട്ട് കൊന്നൊടുക്കിയ ഇഷ്യൂ, റെയിൽവേ ട്രാക്കിലൊക്കെ ഇട്ട അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ
പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, സർക്കാരുടെ വകുപ്പുകളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് പലപ്പോഴും ഇത്തരം വാർത്തകളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ എനിക്കൊരു സീനുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേതൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു ജാതീയമായിട്ടുള്ള വെറി ഉള്ള ഒരു മനുഷ്യനായിട്ട് പുള്ളി അങ്ങനെയാണ്. പോലീസുകാർക്കിടയിൽ മറ്റു പോലീസുകാരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അങ്ങനത്തെ ഒരു സീനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നാലാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ചില പബ്ലിക് ഓഫീസർമാര് എന്താ പറയുക, ഈ കാശുള്ള ആൾക്കാരോട് ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് റിയൽ ലൈഫിലേക്ക് വന്ന് നോക്കുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കേട്ടു. ഒരു ഗുണ്ടയുടെ ഫംഗ്ഷനിൽ പോയിട്ട് 2 പോലീസുകാർ വഴക്കുണ്ടാക്കിയ കഥയല്ല, ദ റിയാലിറ്റി ആക്ച്വലി. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടു. അപ്പൊ അതൊരു റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തെളിയുകയാണ്. പിന്നെ അഞ്ചാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് സർവൻസിന്റെ ഇടയ്ക്ക് നമുക്കറിയാലോ, ഗ്രൗണ്ട് ലെവലിലും വർക്ക് ചെയ്യാനായിട്ട് ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഡെയിലി വേജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗ്രൗണ്ട് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓഫീസർമാരുണ്ട്. പിന്നെ അതിന്റെ മേലെ തലപ്പത്ത് വലിയ ഓഫീസർ എന്ന് പറയുന്ന വേറെയും ചില ആൾക്കാരുണ്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആ നേട്ടങ്ങൾ മാത്രം ഈ വലിയ ഓഫീസർമാര് ഞങ്ങൾ ഗൈഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ ഓഫീസർമാരെ പുകഴ്ത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സർക്കാർ വകുപ്പുകളിലുണ്ട്. ബട്ട് അങ്ങനെ ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ പുകഴ്ത്തുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം ഈ ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രം അത് ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യുന്ന അധികാരികളുടെ മേൽ, അതായത് ഓഫീസറിന്റെ മേലിൽ, അല്ലെങ്കിൽ ഈ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ മേലെ കെട്ടിവെക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പൊതുവെ നമ്മൾ ഈ അടുത്ത കാലത്ത് വയനാട്ടിലെ ഒരു പ്രൊമോട്ടർമാരുടെ ഇഷ്യൂ വന്നു. അപ്പൊ ആ ഇഷ്യൂ ഒക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, പ്രൊമോട്ടർമാർ എന്ന് പറയുമ്പോൾ അതത് ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും അതത് ഏരിയകളിൽ അവർക്ക് പ്രശ്നം ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവര് ജനങ്ങളുമായിട്ട് അറിയിക്കുന്നില്ല എന്നുള്ളത് അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പലപ്പോഴും ഇപ്പൊ പ്രൊമോട്ടർമാരായാലും അതുപോലെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരായാലും പോലും, മീൻസ് കുറഞ്ഞ വരുമാനത്തിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരാണെങ്കിൽ പോലും അവരെ സംസാരിക്കാത്ത ആളാണെങ്കിൽ പോലും മറ്റുള്ള ആൾക്കാർ മുഖേന അവരൊക്കെ ഇൻഫർമേഷൻ അറിയിക്കുന്നുണ്ട്. ഇതൊരു സത്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇത് എന്ന് പറയുമ്പോൾ ചില ഉദ്യോഗസ്ഥർ എന്താ പറയാ, അവര് ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തില് ഇപ്പോ നേട്ടങ്ങൾ മാത്രം ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള എന്താ പറയാ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ ഏറ്റെടുക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. കാരണം സർക്കാർ വകുപ്പുകളിൽ ഫീൽഡ് ഓഫീസർമാരും ഉണ്ട്, അവരാണ് അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഇത് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ഈ ഡെയിലി വേജ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മുകളിൽ കെട്ടിവെക്കുന്നത് അത് എന്ത് ന്യായമാണെന്നാണ് ആക്ച്വലി മനസ്സിലാകാത്തത്. നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് തീർച്ചയായിട്ടും ഈ സിനിമയിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ സിനിമയിലല്ല. ഇവിടെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ചുറ്റും നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സിനിമയിലെ പല സീനുകളും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിൽ മാത്രമല്ല, ജനങ്ങൾക്കിടയ്ക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സോ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ, ജനപ്രതിനിധികളും അതുപോലെ തന്നെ പബ്ലിക് സർവൻസും കൃത്യമായിട്ട് വർക്ക് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയുക, നിയമപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിടുതലെ പാർട്ട് 2 എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ
കഴിയുമെന്നുള്ളത്, ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തത് പുതിയൊരു വിഷയമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.